നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. CBSE +2 ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. അനിശ്ചിതത്വമൊഴിഞ്ഞു. SSLC ഫലം വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കുക ഉദ്യോഗസ്ഥർ. സ്വർണവിലയിൽ വമ്പൻ കുതിപ്പ്. പവന് 1,18,800 രൂപയായി. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. CBSE +2 ഫലം പ്രഖ്യാപിച്ചു. 85.20 ഇത്തവണത്തെ വിജയശതമാനം. തിരുവനന്തപുരമാണ് മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. 95.62%. 88.86% പെൺകുട്ടികളുടെ വിജയം. 82.13% ആൺകുട്ടികളുടെ വിജയം. പരീക്ഷ എഴുതിയ മുഴുവൻ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളും വിജയിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കുറവാണ്. കഴിഞ്ഞ തവണ 87.98% പേരാണ് വിജയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിലെ കാലതാമസം കാരണം അനിശ്ചിതത്വത്തിലായിരുന്ന SSLC ഫലപ്രഖ്യാപനം മെയ് 15 തന്നെ നടക്കും. പരീക്ഷാ ബോർഡ് യോഗത്തിലാണ് അന്തിമ തീരുമാനം. 15 ഉച്ചതിരിഞ്ഞ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്ന് ഫലപ്രഖ്യാപനം നടത്തും. ഇതിന് ചീഫ് സെക്രട്ടറിയുടെ അനുമതിയും ലഭിച്ചു. പരീക്ഷാ ബോർഡ് യോഗം പൂർത്തിയായി. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ ഫലപ്രഖ്യാപനത്തിന് കാത്തിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചെങ്കിലും മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലപ്രഖ്യാപനം നടത്താറുള്ളത്. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. ഷാജഹാനായിരുന്നു ഫലം പ്രഖ്യാപിച്ചത്. സമാനമായ രീതിയാകും ഇത്തവണയും പിന്തുടരുക. മൂല്യനിർണ്ണയവും ഡാറ്റ എൻട്രിയും ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടികളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. മെയ് 15 ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു. ഈ തീയതിയിൽ മാറ്റമുണ്ടാകരുതെന്നും ഫലം വൈകുന്നത് ഹയർ സെക്കൻഡറി പ്രവേശനത്തെ ബാധിക്കുമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം കൂടി പരിഗണിച്ചാണ് സർക്കാർ രൂപീകരണം കാത്തുനിൽക്കാതെ ഫലം പ്രഖ്യാപിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമായത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇത്തുപ്പാടം ശാസ്ത അങ്കണവാടിയിൽ നിന്ന് 22 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അങ്കണവാടി വർക്കർ VV രാധയ്ക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ അംഗം അസീസ് വെട്ടുക്കൽ, കുടുംബശ്രീ മുൻ ചെയർപേഴ്സൺ സുഗത അസീസ്, വാർഡ് വികസന സമിതി ചെയർമാൻ CV രവി, ALMC അംഗം ബാലകൃഷ്ണ മേനോൻ എന്നിവർ പ്രസംഗിച്ചു. വിനോദസഞ്ചാര പ്രേമികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ സന്തോഷ വാർത്തയുമായി പുതുക്കാട് KSRTC ഡിപ്പോ. മെയ് മാസത്തിൽ 3 വ്യത്യസ്ത പാക്കേജുകളുമായാണ് പുതുക്കാട് സബ് ഡിപ്പോ പ്രത്യേക ട്രിപ്പുകൾ ഒരുക്കുന്നത്. മൂന്നാർ, നിലമ്പൂർ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകളും ഗുരുവായൂർ ദർശനം ഉൾപ്പെടുന്ന തീർത്ഥയാത്രയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 16 ശനിയാഴ്ചയാണ് ഈ സീസണിലെ പ്രധാന വിനോദയാത്ര സംഘടിപ്പിക്കുന്നത്. മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയിൽ ജീപ്പ് സഫാരിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച് രാത്രി 11 തിരിച്ചെത്തുന്ന പാക്കേജിൽ പ്രഭാതഭക്ഷണം, ഉച്ചഭക്ഷണം, ഡിന്നർ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീപ്പ് സഫാരി ചാർജ് ഉൾപ്പെടെ 1,800 രൂപയാണ് നിരക്ക്. തീർത്ഥാടന യാത്ര ആഗ്രഹിക്കുന്നവർക്കായി മെയ് 22 വെള്ളിയാഴ്ച ഗുരുവായൂർ യാത്ര ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ 6 ആരംഭിച്ച് വൈകിട്ട് 3 മടങ്ങിയെത്തുന്ന രീതിയിലാണ് ക്രമീകരണം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ എന്നിവിടങ്ങളിലെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന ഈ യാത്രയ്ക്ക് 390 രൂപയാണ് ഈടാക്കുന്നത്. മെയ് 23 ശനിയാഴ്ച നിലമ്പൂർ തേക്കിൻതോട്ടത്തിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കുമാണ് അടുത്ത യാത്ര. രാവിലെ 6 പുറപ്പെട്ട് രാത്രി 10 തിരിച്ചെത്തും. തേക്ക് മ്യൂസിയം, നെടുങ്കയം വനം, മിനി ഊട്ടി എന്നിവിടങ്ങളിലെ സന്ദർശനവും ഭക്ഷണവും എൻട്രി ഫീസും ഉൾപ്പെടെ 1000 രൂപയാണ് ഒരാൾക്കുള്ള നിരക്ക്. കുറഞ്ഞ ചെലവിൽ സുരക്ഷിതമായ യാത്ര എന്നതാണ് KSRTC ഉല്ലാസയാത്രകളുടെ പ്രത്യേകത. ഈ യാത്രയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പുതുക്കാട് KSRTC ഡിപ്പോയുമായി ബന്ധപ്പെടുക.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് നടപ്പിലാക്കുന്ന വീടില്ലാത്ത വ്യാപാരികൾക്ക് വീട് പണിത് നൽകുന്ന പദ്ധതിയായ ഷെൽട്ടർ പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവിന്റെ വീടിന്റെ ശിലാസ്ഥാപനം നടത്തി. അർജുന പ്രസ് ഉടമ നീന സന്തോഷിന്റെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ നിർവഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അതുൽ കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു. യൂണിറ്റ് ട്രഷറർ സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ടൈറ്റസ് കട്ടക്കയം, ഫൗസിയ ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ബുധനാഴ്ച രാവിലെ കത്തിക്കയറിയ സ്വർണ്ണവിലയിൽ ഉച്ചയോടെ ആശ്വാസം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. ഒറ്റയടിക്കുണ്ടായത് പവന് 10,000-ലേറെ രൂപയുടെ വർധന. ഗ്രാമിന് 1,275 രൂപയുടെ വർധനവാണ് ഒറ്റയടിക്ക് ഉണ്ടായിരിക്കുന്നത്. പവന് 10,200 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,23,120 രൂപയായി. ഗ്രാമിന് 15,390 രൂപയാണ് വില. നിലവിൽ ഈ മാസത്തെ ഏറ്റവും കൂടിയ സ്വർണ്ണവിലയാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് മെയ് 5-നായിരുന്നു. 1,09,400 രൂപയായിരുന്നു ഒരു പവന്റെ വില. വെള്ളി വിലയിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 1 ഗ്രാം വെള്ളിക്ക് 320 രൂപയും 10 ഗ്രാം വെള്ളിക്ക് 3,200 രൂപയുമാണ് നിരക്ക്. അടുത്ത 5 ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദം നിലവിൽ ശക്തി പ്രാപിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. മെയ് 16 വരെയാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി കാണാം ഇൻഫോടോക്ക്. ചില ഭക്ഷണങ്ങൾ പാലിനൊപ്പം കഴിക്കുന്നത് ദഹനക്കേട്, അസിഡിറ്റി, വയറുവീർക്കൽ, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് പോഷകാഹാര വിദഗ്ധർ വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് കാണാം. പുളിയുള്ളതും ഉപ്പുള്ളതും അമിതമായി പ്രോട്ടീൻ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ പാലിനൊപ്പം ഒഴിവാക്കുന്നതാണ് ഉചിതം. ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളും പാലും കഴിക്കുന്നതിനിടയിൽ കുറഞ്ഞത് 1-2 മണിക്കൂർ ഇടവേള നൽകണം. മത്സ്യവും പാലും ചേർന്നുള്ള ആഹാര രീതി വൈരുദ്ധ്യ ഭക്ഷണ രീതിയാണ്. പഴവും പാലും സ്ഥിരമായി ചേർത്ത് കഴിക്കുന്നത് ദഹനം സാവധാനത്തിലാക്കാൻ കാരണമാകും. അമിതമായി എരിവുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടൻ പാൽ കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ ബാധിച്ചേക്കാം. അച്ചാറുകൾ, പുളിയടങ്ങിയ വിഭവങ്ങൾ, തൈര് എന്നിവ പാലിനൊപ്പം കഴിക്കുന്നത് ഒഴിവാക്കണം. ഇവയുടെ ദഹന പ്രക്രിയ വ്യത്യസ്തമായതിനാൽ ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിപ്സ്, ബിസ്ക്കറ്റുകൾ തുടങ്ങിയ ഉപ്പുള്ള പലഹാരങ്ങൾ പാലിനൊപ്പം കഴിക്കരുത്. തണ്ണിമത്തൻ പോലുള്ള പഴങ്ങൾ പാലിനൊപ്പം കഴിക്കുമ്പോൾ ദഹന പ്രക്രിയ തടസ്സപ്പെടുകയും വയറിൽ അസ്വസ്ഥതയും ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യും. ഇറച്ചി, മുട്ട, പയർവർഗ്ഗങ്ങൾ എന്നിവ പാലിനൊപ്പം കഴിക്കുമ്പോൾ ദഹന വ്യവസ്ഥയ്ക്ക് അമിതഭാരം അനുഭവപ്പെടാം. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പാലപ്പിള്ളി കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HST ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, HST ജൂനിയർ ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം മെയ് 28 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,850 രൂപ, പവന് 1,18,800 രൂപ. പുതുക്കാട് അമ്പഴക്കാടൻ പരേതനായ ദേവസി ഭാര്യ അന്നംകുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റാഫി, സേവ്യർ, ലോറൻസ്, വത്സ, പരേതരായ ജോസ്, തോമസ് എന്നിവർ മക്കളും. വിക്ടോറിയ, ബെൻസി, ഷാജി, സിസി, ആന്റണി എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര നെടുമ്പാൾ പൊന്നേത്ത് ബാബു അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CBSE +2 ഫലം പ്രഖ്യാപിച്ചു.
വിജയശതമാനം 85.20. അനിശ്ചിതത്വമൊഴിഞ്ഞു. SSLC ഫലം വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കുക ഉദ്യോഗസ്ഥർ. സ്വർണവിലയിൽ വമ്പൻ കുതിപ്പ്. പവന് 1,18,800 രൂപയായി. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.